കണ്ണൂർ കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് വ്യക്തമാക്കി. സദാചാര ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്താണെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിന് ആധാരമായ സംഭവം. മരിച്ച റസീനയും ആൺ സുഹൃത്തായ റഹീസും തമ്മിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അതിനിടെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ അവിടെ എത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് റഹീസിനെ തൊട്ടടുത്തുള്ള മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കിയെന്നും പരാതിയുണ്ട്. അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡൽ നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ നിർണായകമായത് റസീന എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ്. ആ കുറിപ്പിൽ ഞായറാഴ്ച സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം ആരാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നതിനെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇതിലെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോണും എല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രതികളുടെ കൈവശത്തു നിന്നാണ്. യുവതിയുടെ ആൺസുഹൃത്തായ റഹീസിനെ SDP ഓഫീസിലെത്തിച്ച് വിചാരണ ചെയ്തുവെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന ആരോപണം. യുവാവിനെ SDP ഓഫീസിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വിചാരണ നടന്നുവോ എന്നത് വ്യക്തമല്ല. SDP ഓഫീസിലെത്തിച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ചയാണ് നടന്നതെന്നാണ് SDP നേതൃത്വത്തിന്റെ വിശദീകരണം. നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവപ്പെട്ട നിരപരാധി നേരെ വാരവിട്ടേക്ക് വിഷയമൊന്നുമില്ല. റസീനയുടെ ആൺസുഹൃത്തായ റഹീസിനെതിരെയാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. ശാരീരികമായും സാമ്പത്തികമായും യുവാവ് റസീനയെ ചൂഷണം ചെയ്തുവെന്നാണ് കുടുംബം പറയുന്നത്. ഇത് പുറത്തറിഞ്ഞതിന്റെ മനോവിഷമത്തിലാണ് റസീന ജീവനൊടുക്കിയതെന്നും കുടുംബം പരാതിപ്പെടുന്നു. ഇത് സംബന്ധിച്ച് തലശ്ശേരി ACPക്ക് യുവതിയുടെ മാതാവ് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പം അറസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല, തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായി. ഇപ്പോൾ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. കേസിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. യുവതിയുടെ കുടുംബം ഉന്നയിച്ച പരാതിയിലും അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.